സമഗ്ര വികസനം ലക്ഷ്യമാക്കി കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ക്ഷീരസംഘങ്ങൾക്ക് കൗ ലിസ്റ്റിംഗ് ഉപകരണം നൽകുന്നതിന് നൂതന പദ്ധതി ബജറ്റിലുണ്ട്. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായി 50 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ 2026-27 വർഷത്തെ ബജറ്റായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ബിനോയ് പി ജോസഫ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചു. 81,50,000 രൂപ, MP ഫണ്ട് 1 കോടി രൂപ, MLA ഫണ്ട് 1 കോടി രൂപ, മറ്റ് ചെലവുകൾ 1,85,00,000 രൂപ, മറ്റ് റിക്കവറി ചെലവുകൾ 10 ലക്ഷം രൂപ, ആകെ ചെലവുകൾ 54,55,85,000 രൂപ. പ്രാരംഭമാക്കി 20,81,126 രൂപ. വരവുകൾ 54,91,64,000 രൂപ. ആകെ വരവുകൾ 55,12,35,126 രൂപ. ആകെ ചെലവുകൾ 54,55,70,5,000 രൂപ. നീക്കിബാക്കി 56,000 രൂപ. നീക്കിബാക്കി 56,50,126 രൂപ. ആകെ 55 കോടി രൂപ വരവും 54 കോടി രൂപ ചെലവും വരുന്ന ബജറ്റാണിത്. 5,99 ലക്ഷം രൂപ പ്ലാൻ ഫണ്ട് ജനറലും 1,61 ലക്ഷം രൂപ പ്രത്യേക ഘടക പദ്ധതികളിലും 48 ലക്ഷം രൂപ ട്രൈബൽ ഘടക പദ്ധതികളിലും 1,41 ലക്ഷം രൂപ റോഡ് ഇതര ഫണ്ടായും ലഭിക്കുന്നുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. 65 ലക്ഷം രൂപയാണ് കാർഷിക മേഖലയ്ക്ക് നീക്കിവച്ചിട്ടുള്ളത്. ഫാമുകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി കോതമംഗലം കാഴ്ചകൾ എന്ന പേരിൽ നൂതന പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ക്ഷീര കർഷകർക്ക് കൈത്താങ്ങായി പാലിന് സബ്സിഡി, കാലിത്തീറ്റ സബ്സിഡി എന്നിവയ്ക്ക് 40 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ജീവിതശൈലി രോഗനിർണയത്തിനായി 50 ലക്ഷം രൂപ വകയിരുത്തിയതായി വൈസ് പ്രസിഡന്റ് ബഡ്ജറ്റ് അവതരണത്തിൽ പറഞ്ഞു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ 2026-2027 വർഷത്തെ ബഡ്ജറ്റിൽ നമ്മുടെ ആകെ വരവ് എന്ന് പറയുന്നത് 55,12,35,126 രൂപയാണ്. അതിൻ്റെ ആകെ ചെലവ് എന്ന് പറയുന്നത് 54,55,70,5,000 രൂപയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ്. നമ്മുടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് വരവ് ചെലവ് കഴിഞ്ഞ് 56,50,126 രൂപ. അപ്പം നമ്മുടെ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ പദ്ധതികളിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും അതിൻ്റെ തുടർച്ചയായി അതിൽ മികച്ച രീതിയിൽ കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഞങ്ങളുടെ ഭരണസമിതി ഒന്നടങ്കം തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് ജീവഹാനി വരെ സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ റെയിൽ ഫെൻസിങ് പോലെയുള്ള സാങ്കേതികമായ രീതികൾ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള സാമ്പത്തിക ആവശ്യത്തിന് നമ്മൾ MLA MPയെയും അവരുടെ ഫണ്ടിൽ നിന്നും ബ്ലോക്ക് പഞ്ചായത്തും കൂടി സഹകരിച്ചുകൊണ്ട് റെയിൽ ഫെൻസിങ് പോലെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള കാര്യങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റാണിക്കുട്ടി ജോർജ്, ബ്ലോക്ക് സെക്രട്ടറി അമിത സിഒ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CM ബേബി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻസി മോഹനൻ, കമ്മിറ്റി അംഗങ്ങളായ ചിഞ്ചു P എബ്രാഹാം, മേഘ ഷിബു, പ്രിയങ്ക ടോമി, PM സിദ്ദിഖ്, സിജോ ജോൺ, ജേക്കബ് വർഗീസ്, രാജേഷ് കുഞ്ഞുമോൻ, അജാസ് EM, വൃന്ദകുമാരി, രഞ്ജിനി രവി, ശ്രീജിത്ര ശ്രീനിവാസ്, എക്സഷൻ ഓഫീസർ യൂസഫ് CM, ഹെഡ് അക്കൗണ്ട് ആൽബി ജോർജ്, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, മെമ്പർമാർ, മറ്റു ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ബജറ്റിൽ പങ്കെടുത്തു. കാർഷിക മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്കും അതുപോലെ ക്ഷീരമേഖല, ആരോഗ്യം, കുടിവെള്ളം ഇതേ പദ്ധതികൾക്കാണ് ഞങ്ങൾ നേതൃത്വം കൊടുത്തു പോകുന്നത്. അതുപോലെ തന്നെ ആനശല്യം രൂക്ഷമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് MLAയുടെയും MPയുടെയും ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ആ തരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി വിഹിതം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ നമുക്ക് കൗ ലിഫ്റ്റിംഗ് പദ്ധതി ഈ വർഷം പുതിയതായി ഏറ്റെടുക്കുവാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ കൂടുതലായിട്ട് കടന്നു വന്നുകൊണ്ട് സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ട് ജിമ്മുകളും അതുപോലെ തന്നെ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടി സ്ത്രീകളുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക്
സ്വയം പ്രാബല്യത്തിലെത്തുന്നതിന് സ്വയം പ്രാപ്തി വരുത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സംഘങ്ങൾക്ക് ധനസഹായം കൊടുത്തുകൊണ്ട് അവരുടെ സ്വയം തൊഴിൽ ഗ്രൂപ്പുകളെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നു. അതുപോലെ സ്കൂളുകളിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ കാർഷിക മേഖലയിൽ കുട്ടികളെ കൂടുതലായിട്ട് കാർഷിക മേഖലയിലേക്ക് അഭിരുചി നൽകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും അംഗൻവാടികളിലും ഗ്രോ ബാഗുകൾ കൊടുത്തുകൊണ്ട് കൃഷിക്ക് അനുയോജ്യമായ രീതിയിൽ പദ്ധതികൾ ഏറ്റെടുക്കാനായിട്ട് ആസൂത്രണം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്കൂളുകളിൽ സ്പോർട്സ് കിറ്റുകളും സ്പോർട്സ് പരിശീലനവും എല്ലാ സ്കൂളുകളിലും നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 കോതമംഗലം.